നമ്മളിൽ പലരും ശ്വാസം മുട്ട് വരുമ്പോൾ ഇൻഹേലർ ഉപയോഗിക്കുന്നവരാണ്. ഉപയോഗിക്കേണ്ട രീതികളെല്ലാം നമുക്കറിയാം. എന്നാലും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് ആദ്യമായിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ഉപയോഗിക്കാമുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ നിന്ന് പ്രോപ്പറായിട്ട് മെഡിസിൻ നമുക്ക് കിട്ടുകയില്ല. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ ഹോൾഡ് ചെയ്യണമെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ഇത് ഹോൾഡ് ചെയ്യേണ്ടത്. ഇത് തിരിച്ച് ഹോൾഡ് ചെയ്താൽ പ്രോപ്പറായിട്ട് മെഡിസിൻ കയറി വരില്ല. അങ്ങനെ കയറി വരാതിരിക്കുമ്പോഴാണ് ഷോപ്പുകളിലൊക്കെ പലരും കംപ്ലൈൻറ്റ് പറയുന്നത്, ഈ ഇൻഹേലർ കറക്റ്റായിട്ട് വർക്കാവുന്നില്ല, അല്ലെങ്കിൽ മെഡിസിൻ ഇല്ല, ഇത് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറയുന്നതിനുള്ള കാരണം അതാണ്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ചുണ്ടിനോട് ചേർത്ത് വെച്ചിട്ട് വേണം, ചുണ്ട് അടച്ച് പിടിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇത് നമ്മൾ വായിലേക്ക് വെച്ച് പ്രസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശ്വാസം മാക്സിമം പുറത്തേക്ക് ഊതിക്കളയാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇൻഹേലർ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി ബ്രീത്ത് എടുക്കും പോലെ തന്നെ ബ്രീത്ത് എടുക്കുക. അത് ഡീപ്പായിട്ട് എടുക്കണം. ഈ മെഡിസിൻ നന്നായിട്ട് അകത്തേക്ക് പോകാൻ പാകത്തിന് എടുത്ത് ഒരു 10 സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇൻഹേലർ ഉപയോഗിച്ചതിന് ശേഷം വായ നന്നായിട്ട് കഴുകുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി പേജ് ഫോളോ ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.